പണ്ടിവിടെ പിലാത്ര സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഒരു ജമിയത്തുൽ കൂടി. എന്തിനാണെന്നറിയോ? മ്യൂസിക് ഹലാലോ ഹറാമോ എന്ന് തീരുമാനിക്കാനേ. 10 കൊല്ലം പാട്ട് പാടിയാണ് നെറ്റവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു 10 കൊല്ലം മ്യൂസിക്കുള്ള കാസറ്റൊക്കെ ഇറക്കി. ആരാ ഒന്നാമത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മ്യൂസിക്കോട് കൂടിയിരിക്കുന്ന കാസറ്റ് ഇറക്കുന്നത് ഉദ്ഘാടനം ചെയ്താരാ? സാക്ഷാൽ EKM പന്നൂര്, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏറ്റവും അടുത്ത ബന്ധു. എന്നിട്ട് ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജാമിയ സലഫിയല്ലോ, ഇവിടെ ഇരുന്നു. ജമിയത്തുലമന്റെ എത്ര 250 പണ്ഡിതന്മാരിരുന്നു പോലും. ഇരുന്നിട്ട് വൈകുന്നേരമോളം ചർച്ച അങ്ങനെ കഴിഞ്ഞിട്ട് അവസാനം അങ്ങനെ നോക്കുമ്പോ മല എലിയെ പ്രസവിച്ചു. എന്തേ അത്ഭുതം! ഒന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേ ദിവസം AP അബ്ദുൽ ഖാദർ മൗലവി നമ്മളെ കാണാൻ കാരണമുണ്ട്. അന്ന് മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസ്മി എന്ന സംഘടനക്ക് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ തന്നെ ഒരു തൗഹീദ് ഗാനങ്ങളുടെ കാസറ്റ് ഇറക്കാന്ന് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അതിന്റെ ചുമതല അന്ന് നൽകിയത് എനിക്ക്. ഞാൻ എന്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ അതിന്റെ പ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിൽ ഇനി ഒരു റെക്കോർഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. AP അബ്ദുൽ ഖാദർ മൗലവിയോട് അവസാനം ഒന്ന് ചോദിച്ചേക്കാൻ കരുതി. കാരണം ഇപ്പൊ ഇടയ്ക്ക് ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞതാണല്ലോ. എന്തായാലും അതിനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിയോ തെറ്റൊന്നും അറിയണല്ലോ. അതുകൊണ്ട് ഒന്ന് ചോദിക്കാൻ മൂപ്പര് പറഞ്ഞെന്താ അറിയോ? കാസറ്റ് ഒക്കെ ഇറക്കിക്കോ, അതിന്റെ ഹറാമോ ഹലാലൊന്നും ഇപ്പോ നോക്കണ്ടില്ല. മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നൊരു വിഷയമല്ല. പക്ഷെ എന്തു ചെയ്യണമെന്നറിയോ? കാസറ്റിന്റെ പുറത്ത് എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും KNM എന്നോ ബിസ്മി എന്നോ എഴുതി വെക്കരുത്. ബ്രാൻഡുള്ള കള്ളേ ഹറാമാവുള്ളൂ. ബ്രാൻഡില്ലാത്ത കുഴപ്പമില്ല, പട്ടച്ചാരായ ഓക്കെ. അതിന്റെ ഇടക്കുണ്ട് പുളിക്കരങ്ങാടി കൂടുതൽ അനൗൺസ്മെന്റ് ഇങ്ങനെ വരുന്നേ. AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, അലീദ് റസാഖ് മദനി, TP അബ്ദുൽ മദനി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിത വരേണ്യന്മാർ പങ്കെടുക്കുന്നതാകുന്നു. നമ്മളൊരു വലിയ വയലു പരമ്പരറ്റേക്കും. തൊട്ടുപറകെ കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. എന്താപ്പത്? കിളിന്റെ കുടയും ചൂടിയിട്ട് ആരായി പോക്ക്? AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, TP അബ്ദുൽ മദനി എല്ലാം കൂടി ഒരു കിളിന്റെ കൊടയും ചൂടിയിട്ട് പോവാ. തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് വെച്ചാൽ ഇവിടെ പ്രശ്നമുള്ളൂ. സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി അങ്ങാടികൾ ഇട്ടുപോയ ഒരു പ്രശ്നമില്ല. നമ്മുടെ ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം ജാമിയ സലഫിയുടെ 10ാമത്തെ സംരംഭം മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. കണ്ണീർ മഴയത്ത് പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ എന്നെ വിളിക്കുക. എന്നെ അലീദ് റസാഖ് മദനി കത്തെന്ന് വിളിച്ചതാ. അവിടെ പോയി നോക്കി. ചെന്നപ്പോഴേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്കുക. എന്ത് ടൈപ്പാ പാട്ട്? 1ാം നമ്പർ. അക്കാലത്ത് പുതുമയുള്ള നല്ല ഹിന്ദി പാട്ടുകള്. അത് സിനിമ തന്നെ. KN ഇബ്രാഹിം മൗലവിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ മൂപ്പരെ പറ്റി ഒന്നും പറയുന്നില്ല വിഷയത്തിൽ. TP അബ്ദുൽ മദനിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല. MM മദനി പഠിച്ച പരലോകത്തിലൊന്നും ഹിന്ദി ഉണ്ടാവില്ല. അതുകൊണ്ട് മൂപ്പരും പറയേണ്ടതില്ല. പിന്നെ ആരാ കൂടുതൽ? അലീദ് റസാഖ് മദനി. ഒരു കോടതി ഭാഷ മാത്രമേ ഉള്ളൂ. അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല. എന്നാലേ ഹിന്ദി ഉറുദൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാളവിടെ ഉണ്ട്. സാക്ഷാൽ ചങ്ങനംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്പിരിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വളർന്നിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം. അവിടെ പാടി പാട്ടതിനല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. മോഖാ മിലേഗാ തോ ഹം ബതാ ദേംഗേ തുജെ കിത്നാ പ്യാർ കർത്തേ ഹേ സനം. എന്താ മുതല്? എടി പെമ്പർന്നോളെ, അന്നെ കിട്ടിയ ഒരു അവസരം കിട്ടിയ ഞാൻ പറഞ്ഞുതരാ എത്രമാത്രം എന്നെ ഞാൻ പ്രേമിക്കുന്നുണ്ട്. ഈ പാട്ടാണ് 1ാം നമ്പർ മ്യൂസിക് ഇട്ടിട്ട് അവിടെ ചാടിക്കച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഹറാമാ അതോ ഹലാലോ? എവിടെ നിങ്ങൾ നിൽക്കണത്?